നമസ്കാരമുണ്ട്, അശ്വതിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കഴുത്തിന് കഴപ്പ് ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാനുള്ള ഡെയിലി മൂവ്മെൻറ്റ്സിനെ പറ്റി സൂക്ഷ്മ വ്യായാമങ്ങളെ പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇത് അതിൻ്റെ തുടർച്ചയാണ്. കഴുത്ത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ഷോൾഡേഴ്സും, തോളിൻ്റെ ഭാഗത്ത്. തോള് നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്ഥിരമായി നമ്മുടെ പോസ്ചർ, നമ്മളുടെ ആ ഒരു ഇരിപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും ഇങ്ങനെയാണ്, വളഞ്ഞിട്ട് റൗണ്ട് ചെയ്യുക, സ്ലൗച്ച് ചെയ്യുക എന്നൊക്കെ പറയും. അതിങ്ങനെ ഇരിക്കുക വഴി കഴുത്തിൻ്റെ ഈ അപ്പർ ബാക്കിലുള്ള ഈ ഷോൾഡറിൻ്റെ അവിടെയുള്ള മസിൽസ്, ഫ്രണ്ടിലെ ചെസ്റ്റിൻ്റെ അവിടെയുള്ള മസിൽസ് എല്ലാം അഫക്റ്റഡ് ആവും. ക്രമേണ നമുക്ക് നല്ലൊരു ടൈറ്റ്നെസ്, നിവർന്നിരിക്കുമ്പോൾ തന്നെ കഴയ്ക്കുന്ന അവസ്ഥ, കൈകളിലേക്കൊക്കെ ചിലർക്ക് റേഡിയേറ്റിംഗ് പെയിനൊക്കെ വരാറുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥകളിലേക്കൊക്കെ ഇത് എത്തും. അപ്പോൾ ഇതിനാദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഇരുത്തം ശരിയാവുക എന്നുള്ളതാണ്. ഷോൾഡർ നേരെ ഇങ്ങനെ വളഞ്ഞിരിക്കാതെ നിവർന്ന് പിറകിലേക്കാക്കി ഇരിക്കാനുള്ള രീതിയിൽ. ഇപ്പോൾ ഷോൾഡറിനുള്ള കുറച്ച് മൂവ്മെൻറ്റ്സ് ആണ് നമ്മളിന്ന് ഡെയിലി ചെയ്യാൻ പറ്റുന്ന കുറച്ച് മൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. തറയിലിരുന്ന് ചെയ്യാം, മാറ്റിലിരുന്ന് ചെയ്യാം, അല്ല കസേരയിൽ ഇരുന്നിട്ടാണെങ്കിൽ അങ്ങനെയും. വർക്കിനിടയിൽ ഒരു ടൈം കിട്ടുമ്പോൾ ഒന്നൊരു ബ്രേക്ക് കിട്ടുന്ന സമയത്തും പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യമായി ചെയ്യുന്ന ഒരു ജെൻറ്റിൽ ഒരു റൊട്ടേഷൻ പോലെ ശ്വാസം എടുത്ത് ഇതുപോലെ ലിഫ്റ്റ് ചെയ്യാം. ശ്വാസം പോയിട്ട് ബാക്ക് ഹാൻഡ്, ഇൻഹേൽ അപ്പ്, എക്സേൽ ബാക്ക് ഹാൻഡ്, ഇൻഹേൽ അപ്പ്, എക്സേൽ ബാക്ക് ഹാൻഡ്. തിരിച്ച് മുന്നോട്ട് ശ്വാസം എടുത്ത് ശ്വാസം പോയിട്ട് മുന്നോട്ട് താഴോട്ട്. ഇൻഹേൽ, എക്സേൽ ഫോർവേഡ് ആൻഡ് ഡൗൺ, ഇൻഹേൽ, എക്സേൽ ഫോർവേഡ് ആൻഡ് ഡൗൺ, ഇൻഹേൽ, എക്സേൽ ഫോർവേഡ് ആൻഡ് ഡൗൺ. സമയം പോലെ നമുക്ക് എത്ര റൗണ്ട്സ് വേണമെങ്കിലും ചെയ്യാം. ഇനി കൈപ്പത്തി ഇതുപോലെ ഷോൾഡറിൽ വെച്ചിട്ട് കൈമുട്ട് ചേർത്ത് ഇൻഹേൽ, എക്സ്പാൻഡ് ബാക്കിലേക്ക്, എക്സേൽ, ശ്വാസം എടുത്ത് പിറകെ ശ്വാസം വിട്ട് മുന്നോട്ട്. ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പം ബ്രീത്ത് ചെയ്യുക ഉള്ളിലേക്ക്, ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് മുന്നേ. ഇവിടെ തന്നെ നമുക്കിനി റൊട്ടേഷൻ നോക്കാം. ശ്രദ്ധിച്ച് ചെയ്യണം, വേദന ഉണ്ടെങ്കിൽ. ഇൻഹേൽ അപ്പ്, ബാക്ക്, എക്സേൽ, ശ്വാസം എടുത്ത് നന്നായി എക്സ്പാൻഡ് ചെയ്ത് ശ്വാസം വിട്ട് മുന്നേ. ഇൻഹേൽ ചെയ്യുക, എക്സേൽ ചെയ്ത് ഫോർവേഡ്. ഇനി തിരിച്ച് താഴെ കൂടി. ഇൻഹേൽ ബാക്ക്, അപ്പ്, എക്സേൽ ഫോർവേഡ്, ഇൻഹേൽ ബാക്ക്, അപ്പ്, എക്സേൽ ഫോർവേഡ്, ഇൻഹേൽ ബാക്ക്, അപ്പ്, എക്സേൽ ഫോർവേഡ്. ഇനി ഷോൾഡറിന് ഒരു നല്ല റേഞ്ച് കിട്ടുന്നതാണ് നമ്മൾ ഈ ബാക്കിലേക്ക് എത്തിപ്പിടിക്കുക. തീരെയും തന്നെ ലൈഫിൽ വരാത്ത, നമ്മൾ അധികം ചെയ്യാത്ത കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പോൾ കൈ ഇതുപോലെ ബാക്കിലേക്ക് എത്തി മുകളിലൂടി കൈ എത്തിപ്പിടിച്ച് ഒന്ന് ഷോൾഡർ ഇങ്ങനെ വളഞ്ഞു പോകണ്ട, ഓപ്പൺ ആക്കി വെക്കാം. ബ്രീത്ത് ചെയ്യൂ. അതുപോലെ ഇപ്പുറത്തെ വശം കുറച്ചു നേരം ഹോൾഡ് ചെയ്യുക, നന്നായി ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓപ്പൺ എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നത് വളഞ്ഞു വരുന്നത് ക്ലോസ്ഡ് ആണ്, ഇത് ഓപ്പൺ ആയിട്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ വലത് കൈപ്പത്തി ബാക്കിലേക്ക് നമ്മുടെ ഈ ഷോൾഡറിന്റെ ഇതുപോലെ പിറകിലേക്ക് കൊണ്ടുവരാം. ഇടത് കൈ താഴെ കൂടി വിരല് കോർത്ത് പിടിക്കുക. പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ താഴെയാണ് എത്തുന്നതെങ്കിൽ താഴെ പിടിച്ചാൽ മതി. ഇത് നമ്മുടെ ഷോൾഡറിന് നല്ല ഒരു റേഞ്ച് കിട്ടും, നമ്മൾ ബാക്ക് വരെ എക്സ്റ്റെൻഡ് ചെയ്ത്. അപ്പോൾ പറ്റുന്ന പോലെ ശ്രമിക്കുക, ഇല്ലെങ്കിൽ ഉടുപ്പിൽ പിടിച്ചാൽ മതി, കഷ്ടപ്പെട്ട് വലിക്കൊന്നും വേണ്ട. ബ്രീത്ത് ചെയ്യാം. അതുപോലെ മറുവശവും ചെയ്യാം. ഇപ്പുറത്തെ സ്ഥലം, ഇപ്പുറത്തെ സൈഡ്. വിരല് കോർക്കാൻ പറ്റുമെങ്കിൽ പിടിക്കുക, ഇല്ലെങ്കിൽ ഉടുപ്പിൽ പിടിക്കാം. പക്ഷെ ഷോൾഡറിന് നല്ല സ്ട്രെച്ചാണ്. നമ്മുടെ ഷോൾഡർ ബ്ലേഡിൻ്റെ അവിടെ അല്ല, ഈ ഭാഗത്തായിട്ടും ഒക്കെ നല്ല സ്ട്രെച്ച് ഉണ്ടാവും. പതിയെ റിലീസ്. ഇത് കുറച്ച് നേരം ഇരുന്ന് ബ്രീത്ത് ചെയ്യുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഷോൾഡറിന് ഇവിടുത്തെ മസിൽസിന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൽബോ ബെൻഡ് ചെയ്യുക, കൈമുട്ട് മടക്കി ഇതുപോലെ മറ്റേ കൈ ഉള്ളിലേക്ക് വെക്കുക. വെച്ചിട്ട് ജെന്റ്ലി ഒന്ന് പുള്ളി ചെയ്താൽ മതി, ചെറുതായി വലിക്കാം. ഇവിടുത്തെ മസിൽസിന് വേണ്ടിയിട്ടാണ്. ഫുള്ളി ടേൺ ചെയ്യേണ്ട, ജെന്റ്ലി ഒന്ന് പുള്ളി ചെയ്യാം. ബ്രീത്ത് ചെയ്യണേ. അതുപോലെ മറുവശം. ഇനി കൈ ഇതുപോലെ ചെസ്റ്റിന് അവിടെ താഴെ വെക്കുക. എക്സ്പാൻഡ് ചെയ്യുക. ഇൻഹേൽ ചെയ്ത് എക്സ്പാൻഡ്. നമ്മൾ തോള്, എല്ല്, ഷോൾഡർ ബ്ലേഡ് പിറകെ ചേരുന്ന രീതിയിൽ. എക്സേൽ.
ഇൻഹെയിൽ ചെയ്യാം, ശ്വാസം എടുത്ത് എക്സേൽ. ഇൻഹെയിൽ, എക്സേൽ. അപ്പം ഇത് ഇത്രയും നമുക്ക് ഷോൾഡറിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ്. ഷോൾഡർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പോസ്ചറിൻ്റെ കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. നമ്മുടെ ഒരു കോൺഫിഡൻസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന കാണുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ വളരെയധികം ഇങ്ങനെ നിവർന്നു പോകാനൊക്കെ ശ്രമിക്കും, ഒരിക്കലും ഇങ്ങനെ പോവില്ല അല്ലേ. അതുപോലെ നമ്മൾ ദുഃഖം വരുമ്പം, വിഷമം വരുമ്പം ഏറ്റവും കൂടുതൽ അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ഷോൾഡറിലാണ്. ഒരിക്കലും നമ്മൾ ആ സമയത്ത് ഇങ്ങനെ ഇരിക്കില്ല, നമ്മൾ കൂനും ഈ ഭാഗം കൊണ്ട് വളഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇമോഷൻ ബെയർ ചെയ്യുന്ന സ്ഥലം എന്നാണ് പറയുക ഷോൾഡേഴ്സ്. അപ്പോൾ അതുകൊണ്ട് ടേക്ക് കെയർ ഓഫ് യുവർ ഷോൾഡേഴ്സ്. ഈ മൂവ്മെൻറ്റ്സ് ദിവസവും ചെയ്തു നോക്കൂ. ഒരു 5 minutes ഒക്കെ ധാരാളം മതിയാവും. സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യണം. എസ്പെഷ്യലി നിങ്ങൾ ധാരാളം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ജോലിക്കിടയിൽ തന്നെ ഇത് ചെയ്യാം. ചെയ്തു കഴിഞ്ഞാൽ ഷോൾഡർ അധികം ടൈറ്റോ സ്റ്റിഫ്നെസ്സോ വേദനകളോ വരാതെ കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, ശരി, താങ്ക് യു.